ഹലോ എവ്രി വൺ. അപ്പോൾ കുറേ നാളായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നാണെങ്കിൽ നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് ഫെസ്റ്റിവലിന് പോവുകയാണ്. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഹ്യൂഗോ ഇവിടെ സ്റ്റേ ആണ്. സ്ട്രാറ്റ്ഫോർഡിലെ 184th ഫെയർ ഫെസ്റ്റിവലാണ് നടക്കുന്നത്. സോ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. ദേ ആ കാണുന്ന റൈറ്റ്സ് കാണുന്നില്ലേ, അവിടെയാണ്. അത് റോട്ടറി കോംപ്ലക്സ് ആണ്. നേരത്തെ നമ്മൾ കാനഡ ഡേയുടെ സെലിബ്രേഷൻസ് ഒക്കെ വരുന്നത് ഇവിടെ കൂടെയാണ്. നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് ഒരു പാത്തുണ്ട് റോട്ടറി കോംപ്ലക്സിൻ്റെ ബാക്കിലേക്ക് പോകാനായിട്ട്. അവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾ ഫെയർ ഫെസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഇത് 184th ഫോൾ ഫെയർ ഫെസ്റ്റാണ്. 1842 ബിഗിൻ ചെയ്തത്. ആ സമയത്ത് വെറുതെ അഗ്രികൾച്ചർ ഷോക്കേസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1900s കിഡ്സിൻ്റെ ഈവൻസും കുറച്ച് അട്രാക്ഷൻസും ഒക്കെ കൊണ്ടുവന്നു. 2010 തൊട്ടാണ് ഫാമിലി ഈവൻറ്റ് അട്രാക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ഫോൾ ഫെയർ ഫെസ്റ്റിനാണെങ്കിൽ ഇങ്ങനത്തെ റൈഡ്സ് ഉണ്ട്, സ്കെയറി ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട്, അതുപോലെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട്. ഇപ്പം ഞാനൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫുഡ് ട്രക്സ് ഉണ്ട്, സ്ലഷ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഐസ്ക്രീം കിട്ടുന്നുണ്ട്, നാച്ചോസ് കിട്ടുന്നുണ്ട്, കോൺ ഡോഗ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങൾ നമുക്ക് ഫുഡ് കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം. അതുപോലെ അവിടെ ടോയ്സിന് നമുക്ക് അവിടെ കുറച്ച് ഗെയിംസ് കളിച്ചിട്ട് ഈ ടോയ്സൊക്കെ കിട്ടുന്ന കുറേ പരിപാടികളുണ്ട്. സോ മൊത്തത്തിലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. സോ എല്ലാവരും തന്നെ ഇവിടെ വന്ന് പിള്ളേരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൈഡ്സാണ് ഈ കാണുന്നത്. ഇതൊരു 4-day പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞാൽ ഇത് തേഴ്സ്ഡേ തുടങ്ങിയതാണ്. ഞാൻ സൺഡേ ആണ് പോയത്. സൺഡേ ആണ് തീരുന്ന ദിവസം. അതുപോലെ തന്നെ ഇത് റോട്ടറി കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെ ഇവർ ഓർഗനൈസ് ചെയ്ത കുറേ സംഭവങ്ങളാണ്. അതായത് സ്റ്റോറി എഴുതുന്നു പിള്ളേർ, ഓരോ സ്കൂൾ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സിൻ്റെ അവർ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന, അതിന് ഓരോത്തിൻ്റെയും പ്രൈസ് ഇവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വെജിറ്റബിൾ ഗാർഡൻസിൽ നിന്ന് വെജിറ്റബിൾ കൊണ്ടുവരുന്നതും ഇതൊക്കെ പിള്ളേർ ചെയ്യുന്നതാണ് കേട്ടോ, കുട്ടികൾ ചെയ്യുന്നതാണ്. അത് വരെ എൻകറേജ് ചെയ്യാനും അങ്ങനെ കുറേ പരിപാടികളാണ് ഇത്. സോ കുറേ നല്ല കാര്യങ്ങളുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമല്ല, അവർ കുക്കി ബേക്ക് ചെയ്യുന്നതും അങ്ങനെ കുറേ ബേക്കിംഗ് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആർട്ട്, ക്രിയേറ്റിവിറ്റി, അതായത് ബട്ടർഫ്ലൈ വെച്ചിട്ടെങ്ങാണ്ടായിരുന്നു തീമെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ബട്ടർഫ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ട് പിള്ളേരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 ദിവസത്തെ ഒരു ഫെസ്റ്റാണ്. തേഴ്സ്ഡേ തൊട്ട് തുടങ്ങി, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പം എല്ലാ വർഷവും ഈ ഫെസ്റ്റ് ഇവിടെ ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 184th ഫെസ്റ്റാണ് ഇത്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫാം ആക്ടിവിറ്റീസ് ഉണ്ട്, കിഡ്സിൻ്റെ അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗെയിം ഇൻട്രാക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ പല ദിവസവും പലതാണെന്ന് തോന്നുന്നു. ലേസർ ടാഗിൻ്റെ എന്തോ ഒരു സംഭവം കൂടെ അകത്ത് നടക്കുന്നുണ്ട്. തേഴ്സ്ഡേ തൊട്ടുള്ളത്, കാരണം ഫ്രൈഡേ ഈവനിങ് 5 PM കഴിയുമ്പോഴത്തേന് റൈറ്റ്സിലേക്ക് എന്തോ ഒരു ബ്രേസ്ലെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫേസ് പെയിൻറ്റിങ് ഉണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് അവിടെ സൈഡിലാണ് ഈ റൈഡ്സ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് നടന്ന് ഒരു 2 മിനിറ്റ് പോലും ഇല്ല, നടന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഫാമിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അതായത് ഫാം ആനിമൽസിനെ വെച്ചിരിക്കുന്നിടത്ത് എത്താൻ പറ്റും. അവിടെ കുറച്ച് ഫാം ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. പിള്ളേർക്കാണ് എനിക്ക് കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നു. ഇപ്പോൾ റൈഡ്സും നല്ല വൈബാണ്. റൈഡ്സിൻ്റെയൊക്കെ സ്ഥലത്ത് അല്ലാതെ ആനിമൽസിനെ കാണാം, അൽപ്പാക്ക, അങ്ങനെ കുറച്ച് ഹോഴ്സ്, പോണി, പിന്നെ കൗ, പിഗ്, അങ്ങനെ ചില ഫാം ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കൂടുതൽ ആനിമൽസ് ഉള്ളതാണോ, അതോ ഇപ്രാവശ്യം ഞാൻ തീരാൻ നേരത്താണ് പോയത്, അതുകൊണ്ട് വളരെ കുറവായിട്ടുള്ള ആനിമൽസിനെ കാണാനുള്ളൂ. കഴിഞ്ഞ വർഷം ഇവിടെ കൂടെ ഒന്നും നടക്കാൻ വയ്യ, അത്രയ്ക്ക് ആനിമൽസ് ഉണ്ടായിരുന്നു ഈ പ്ലേസിലൊക്കെ. എനിക്ക് തോന്നുന്നു അവർ പോയി കാണും, ബിക്കോസ് സൺഡേ ഉച്ചയ്ക്കാണ് ഞാൻ പോയത്. സൺഡേ ഈവനിങ് എല്ലാം ഫിനിഷ് ചെയ്യാൻ പോകുമായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായത് കാരണം വളരെ എളുപ്പത്തിൽ വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ 3-ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും വന്ന് കാണാറുണ്ട്. റൈഡ്സിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. കൂടുതലും കിഡ്സിൻ്റെ റൈഡ്സാണ്. പിന്നെ അല്ലെങ്കിൽ
ഭയങ്കര വലിയ റൈഡ്സൊക്കെയാണുള്ളത്. ഭയങ്കര ക്രേസി ആയിട്ടുള്ള റൈഡ്സാണ്. അതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ വൈബൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. ചുമ്മാ ഫാമിൽ പോകുക, പിന്നെ ആ പിള്ളേരുണ്ടാക്കിയ നേരത്തെ കാണിച്ച ക്രിയേറ്റിവിറ്റീസ് ഇല്ലേ അത് കാണാൻ പോവുക. പിന്നെ എനിക്ക് ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അടുത്തൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഓളമാണ്. സോ നമുക്ക് ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നേരത്തെ വന്നതിനെക്കാട്ടും ആളുകൾ കുറച്ച് കൂടി കൂടി വരുന്നുണ്ട്. ബിക്കോസ് ഈവനിങ് ആകുമ്പോഴത്തേനും ആൾക്കാർ കൂടും. നിങ്ങൾക്കിഷ്ടമുള്ള നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സർക്കസ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ ഈ ഒരു വൈബാണല്ലോ. അതുപോലെ തന്നെ എല്ലാവരും വരാറുണ്ട്. എല്ലാവരും അവിടെ അടുത്തുള്ളവർ വരും, അടുത്ത സിറ്റിയിലുള്ളവർ വരും. എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഫെയർ. ഒണ്ടാരിയോയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഫെയേഴ്സ്. ഫോൾ ഫെയർ എന്ന് പറയുമ്പോഴത്തേനും ഓൾമോസ്റ്റ് സമ്മർ കഴിഞ്ഞിട്ടൊരു ഫോൾ സീസണിൽ നടക്കുന്ന ഒരു ഫെയർ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. മേ ബി ബിക്കോസ് ഓഫ് ദ വിൻ്ററിലേക്ക് പോകുന്ന ഡിപ്രഷൻ കാരണമായിരിക്കും ഇത് അതിന് മുന്നേ നടത്തുന്നത്. പിന്നെ അവിടുന്ന് ഇറങ്ങി കേക്ക് മേടിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്വാൻസ് ആയിട്ടൊരു ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി പൈ കഴിച്ചു. ചിക്കൻ പൈ ആയിരുന്നു അത്. ചിക്കൻ പൈ ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത സമയത്ത് മാംഗോ മൂസ് എന്ന് പറഞ്ഞ കേക്കായിരുന്നു. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ ഹ്യൂഗോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഹ്യൂഗോയും കുറച്ച് കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേ ബി 1.5 അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നല്ല മഴയായിരുന്നു. ഒന്നും തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ ഹൈവേ കൂടെ വന്നപ്പോഴുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഫോൾ സീസണാണ്. നിങ്ങൾക്ക് കാണാം കുറേ ഇലയൊക്കെ പൊഴിഞ്ഞ് വീണ് തുടങ്ങി. കളറ് മാറാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ മഴയായതുകൊണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞു വീഴാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സാധാരണ ഫോൾ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീസണാണ്. ഈ കളർ ചേഞ്ചസ് ഒക്കെ കാണാൻ ഭയങ്കര നല്ലതാണ്. അതായത് റെഡും യെല്ലോയും ഓറഞ്ചും അതിൻ്റെയൊക്കെ ഒരു ട്രാൻസിഷനും അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പറ്റുവാണെങ്കിൽ ഞാൻ ഫോളിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഈ മഴ വന്ന് പോയില്ലെങ്കിൽ ഇടാവുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ റോഡിലൊക്കെ ആ ഇല കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ മഴയും കൂടെ ആയത് കാരണം അതിങ്ങനെ ഒട്ടിക്കിടക്കുമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഏതാ? റെയിനി സീസണാണോ അതോ വിൻ്ററാണോ സമ്മറാണോ ഫാളാണോ സ്പ്രിങ്ങാണോ? ഏത് സീസണാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെ ആയിരുന്നു. പണ്ടൊന്നും ഇത്ര ഇടിയും മിന്നലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് കൂടുക ചെയ്തു. ഇപ്പം പിന്നെ ഞങ്ങൾ ഇച്ചിരി ഗ്രോസറി മേടിക്കാനുണ്ടായിരുന്നു. ഗ്രോസറിയൊക്കെ മേടിച്ചു. ഗ്രോസറി മേടിച്ചു കഴിയുമ്പോഴത്തേനും ഒരു 9:30 എങ്ങാണ്ടായി രാത്രി. അങ്ങനെ നമ്മുടെ സൺഡേ കഴിയാറായി. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്. സ്ട്രാറ്റ്ഫോർഡ് ഫെസ്റ്റിവലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങും. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവിടം വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.